सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ। ओम समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। गीता ध्यान श्लोकम। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीं। नमोऽस्तु ते व्यासविशालबुद्धे भुल्लारविन्दायतपत्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः प्रपन्नपारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। भीष्मद्रोणतटा जयद्रथजल गान्धारनीलोबल शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुल अश्वत्थामविकर्ण घोरमकर दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तकः केशवः पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानककेसरं हरिकथा सम्बोधन बोधितं। लोके सज्जनषट्पदैरहरः पेबीयमानं मुदा भूयाद्भारतपङ्कजं कलिमलः प्रध्वंसि न श्रेयसे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः। ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മിനിയാന്ന് നമ്മളുടെ മീറ്റിങ്ങിൽ കണ്ടതുപോലെ നമ്മൾ ഭഗവത്ഗീത, നിങ്ങൾ എന്നെ നോക്കി കേട്ടാ, അത് ഇവിടെ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടാണല്ലോ ക്ലാസ്. അപ്പോൾ കുറച്ച് പേര് ഇവിടെ നമ്മുടെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തും ഉണ്ട്, അതല്ലാതെ കുറച്ച് ആൾക്കാർ ഓൺലൈനിലായിട്ടും ഉണ്ട്. അപ്പം
നമ്മൾ ഇനി വരുന്ന കുറച്ച് നാളുകൾ കൊണ്ട് ഭഗവത്ഗീതയിലെ ഒരു 108 വിഷയങ്ങൾ കാണാം, അല്ലെങ്കിൽ 108 ടോപ്പിക്കുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കാണുന്ന സമയത്ത് മൊത്തത്തിൽ ഭഗവത്ഗീതയെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വീക്ഷണവും നമുക്ക് കിട്ടും. മാത്രമല്ല ഇവിടെ ക്ലാസ് മാത്രമല്ലാതെ ഒരു ചർച്ചയും കൂടെ നമുക്കാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്ക് ചോദിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതാണ് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ കേട്ടേക്കുന്ന ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ഭഗവത്ഗീത പഠിച്ചു പോവുക എന്നുള്ളതാണ്. പ്ലസ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഭഗവത്ഗീത ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രഭാഷണങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിലും കൂടെ നിങ്ങൾ ഇതിനെ നോക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ്. എങ്ങനെ? ഭഗവത്ഗീത പഠിക്കാൻ കഴിയണം, ഭഗവത്ഗീത പഠിപ്പിക്കാൻ കഴിയണം. ഈ ഒരു രീതിയിൽ ഈ ക്ലാസ്സിനെ നോക്കണം എന്നാണ്. അപ്പം ആ രീതിയിലായിരിക്കും നമ്മളിവിടെ ടോപ്പിക്കുകളെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ശ്ലോകം ബൈ ശ്ലോകം അല്ലാന്ന് ആദ്യം സൂചിപ്പിച്ചു. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ഇന്ന് കാണുന്നത്? ഇന്ന് നമ്മൾ എന്താണ് ഭഗവത്ഗീത എന്ന് കാണാൻ ശ്രമിക്കും. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവത്ഗീത എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, അറിയാവുന്നവരായിരിക്കും. എങ്കിലും നേരത്തെ സൂചിപ്പിച്ച കണക്ക് നമ്മൾ പഠിക്കാനും പിന്നെ അത് പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടുള്ള രീതിയിലാണെങ്കിൽ എന്താണ് ഭഗവത്ഗീത എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ടോപ്പിക്കും കൂടി ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇത് ചിലപ്പോൾ 1 ക്ലാസ് അല്ല, 2 ക്ലാസ് അല്ല, 10 ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് ഗംഭീരമായിട്ട് എന്താണ് ഭഗവത്ഗീത എന്ന് കാണിച്ചു തരാൻ പറ്റും, ഓരോ ആചാര്യന്മാരുടെ അവരുടെ കഴിവിനനുസരിച്ചിട്ട്. ഓക്കെ, നമുക്ക് ഇത്ര കഴിവല്ലേ ഉള്ള കാരണം നമ്മൾ 1 ക്ലാസ്സിൽ നിർത്തുന്ന അതല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ആലോചിക്കാൻ പറ്റുന്ന അത്രയും ആഴത്തിലാണ് ഭഗവത്ഗീതയിലെ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നതിനേക്കാളുപരി എന്താണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും നമ്മൾ ഇതിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് മെത്തോഡിക്കലി പറയുന്ന സമയത്ത് എന്താണ് ഗീത, എന്താണ് ഭഗവാന്റെ ഗീതയാണ് ഭഗവത്ഗീത എന്നാണ്. ഓക്കെ, ഭഗവാന്റെ ഗീതയാണ് ഭഗവത്ഗീത. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ ലിറ്ററേച്ചറിൽ ധാരാളം ഗീതകളുണ്ട്. ഭഗവത്ഗീത മാത്രമല്ല ഒരു ഗീത, വേറെ ഏതൊക്കെയാണ് ഗീതയുള്ള? ഇഷ്ടംപോലെ ഗീതകളുണ്ട്. എന്താണ്? വിഭീഷണ ഗീതയുണ്ട്, അതല്ലെങ്കിൽ എന്താണ് ഉദ്ധവ ഗീതയുണ്ട്, ഹംസഗീതയുണ്ട്, ശ്രീരാമഗീതയുണ്ട്, ലക്ഷ്മണ ഗീതയുണ്ട്. ഓക്കെ, അങ്ങനെ പല അഷ്ടാവക്ര ഗീതയുണ്ട്. ഇങ്ങനെ പല ഗീതകളുണ്ടെങ്കിലും സാധാരണ നമ്മൾ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത്ഗീതയാണ്. മാത്രമല്ല ഭഗവത്ഗീതയെ നമ്മൾ അമ്മയായിട്ടാണ് കാണുന്നത് എന്നെല്ലാം ഇനി വരുന്നൊരു സ്ഥലത്ത് നമ്മൾ കാണുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണ് ഗീത എന്നുള്ളതാണ്. അപ്പം എന്താ ഗീത? ഒന്ന്, പാട്ടിൻ്റെ രൂപത്തിലുള്ള ഉപദേശത്തിനെയാണ് നമ്മൾ ഗീത എന്ന് പറയും. ഓക്കെ, ഗീത ഗാനം ചെയ്യപ്പെട്ടത് എന്നുള്ള രീതിയിൽ പറയും. ഉപദേശമാണ്. നമ്മൾ ഏതൊരു ഗീത, ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഏതൊരു ഗീത എടുത്താലും അതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഉപദേശമാണ്. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ വേണമെങ്കിൽ പറയാം. എന്താണ്? ഇതൊരു ഗുരു ശിഷ്യ സംവാദമാണ്. ഓക്കെ, ഇവിടെ 2 കൂട്ടുകാരന്മാരുടെ സംവാദമാണ്. എന്ത്? ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും ഭഗവത്ഗീതയാണെങ്കിൽ. അപ്പോൾ വിഭീഷണ ഗീതയാണെങ്കിൽ ശ്രീരാമനും വിഭീഷണനും കൂടെയുള്ള സംവാദമാണ്. ഓക്കെ, ഇനി എന്താണ് ശ്രീരാമഗീതയാണെങ്കിൽ ലക്ഷ്മണനുമായിട്ടുള്ള സംവാദമായിട്ട് കാണും. ഓക്കെ, അങ്ങനെ പല ഗീതകളുണ്ട്. ഇവിടെ 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സംവാദം. ഓക്കെ, ഇനി നമ്മൾ ഈ ഭഗവത്ഗീത എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് നമ്മൾ കാണുന്നത് പല രീതിയിൽ ആചാര്യന്മാരിനെ വിശദീകരിക്കും, പല രീതിയിൽ. ഓക്കെ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ ഗീതാധ്യാന ശ്ലോകത്തിൻ്റെ രീതിയാണ്. ഗീതാധ്യാന ശ്ലോകത്തിൻ്റെ രീതി നമ്മളിപ്പോൾ നേരത്തെ ചൊല്ലി, ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം എന്ന് പറയുന്ന ഇത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥം എടുത്ത് കണ്ടുകൊണ്ട് പോകും. പക്ഷേ ഞാനിവിടെ എല്ലാത്തിനെയും വിശദീകരിച്ച് പറയുന്നില്ലായിരിക്കും. ഒരു കാര്യം നമ്മളിവിടെ കുറച്ച് പോയിന്റേഴ്സ് വെക്കും, അതിൽ നമ്മൾ ചിന്തിച്ചു പോകും എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് പോയിന്റ്, എന്താണ് ഭഗവത്ഗീത
എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഫസ്റ്റ് ഉത്തരം നമ്മൾ കൊടുക്കുക ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചതാണ് ഗീത. ഇതറിയാൻ മേലാത്തവരാരും ഇല്ലല്ലോ? ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഗീതാധ്യാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ പാർത്ഥന് ഭഗവാൻ നാരായണൻ സ്വയം ഉപദേശിച്ചതാണ് എന്നാണ് പറയുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ്, ഓർത്തോണം. എന്താണ്? പാർത്ഥന് ഭഗവാൻ നാരായണൻ സ്വയം ഉപദേശിച്ചാണ്. അപ്പം നേരിട്ട് ഉപദേശിച്ചാണ്. ഓക്കെ, ഒരു പോയിന്റ്. ഓക്കെ, എന്തിനാന്ന് നമ്മൾ വീണ്ടും വരും. 2, പാർത്ഥന് നാരായണൻ ഉപദേശിച്ചാണ്. അപ്പൊ ഇത് കേട്ടാൽ ഉടനെ നമ്മൾ തന്നെ പറയും, എന്ത് പറയും? ഇത് അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചാണെന്ന്. ഇതെന്താ നമുക്ക് പറയാൻ പറ്റുക എന്നറിയാവോ? പറയാൻ പറ്റുന്നത് നമ്മൾ രാമായണമല്ലല്ലോ, മഹാഭാരത കഥ അവിടെ ഇവിടെ കേട്ടിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പം മഹാഭാരതം ഇതേവരെ കേൾക്കാത്ത ഒരാളൊക്കെ വന്നിട്ട് നമ്മൾ പറയുകയാണ് പാർത്ഥന് നാരായണൻ ഉപദേശിച്ചാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഈ പാർത്ഥൻ ആരാണെന്നുള്ളതിൽ സംശയം വരും. അവർ പറയും പാർത്ഥന് ഭഗവാൻ ഉപദേശിച്ചാണ് എന്ന് പറയുന്നല്ലാതെ ആരാണിത് എന്ന് മനസ്സിലാവില്ല. പാർത്ഥൻ ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അർജുനാണെന്ന് പറയും. എങ്ങനെയാണ് എനിക്കിത് അർജുനാണെന്ന് മനസ്സിലാകുന്നത്? എനിക്കിത് അർജുനാണെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ മഹാഭാരതം കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ, അർജുനന്റെ വേറൊരു പേരാണെന്ത്? പാർത്ഥൻ. അതുകൊണ്ടാണ്. അതല്ലാതെ എന്തുകൊണ്ട് അർജുനൻ പാർത്ഥനായി എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അർജുനൻ പാർത്ഥനായേ? എന്തുകൊണ്ടാ? പൃഥയുടെ പുത്രനാണ്. ഓക്കെ, ഇത് കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് പല പല ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. കാര്യം വെച്ചാൽ ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്, ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. അതല്ലാതെ ഭഗവത്ഗീത ധാരാളം പ്രാവശ്യം കേട്ട ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടതായിരിക്കും, നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാന്നുള്ളതുകൊണ്ട്. പൃഥയുടെ പുത്രനാണ് പാർത്ഥൻ. അതുകൊണ്ടാണ് ആ പേര് വരിക. ഓക്കെ, പൃഥയുടെ പുത്രനാണ്. ജനകന്റെ പുത്രിയാണ് ആര്? സീതയല്ല, ജാനകി. അങ്ങനെ പറയണം. ചോദ്യം വരുമ്പോൾ അങ്ങനെയാണ്. ജനകന്റെ പുത്രനാണ് ജാനകി, പൃഥയുടെ പുത്രനാണ് പാർത്ഥൻ. ആ രീതിയിലാണ് നമ്മൾ പറയാം. അതെ, ജനകന്റെ പുത്രനാണ് സീത, പുത്രിയാണ് സീത എന്ന് നമുക്ക് രാമായണം അറിയാവുന്നതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. മനസ്സിലായല്ലോ? അതേപോലെ പാർത്ഥൻ അർജുനായത് എന്തുകൊണ്ടാണ്? നമുക്ക് മഹാഭാരതം അറിയാവുന്നത്. അപ്പം ജനകന്റെ പുത്രനാണ് ജാനകി എന്ന് പറയുന്നത് പോലെ പൃഥയുടെ പുത്രനാണ് പാർത്ഥൻ. പൃഥ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ വേറൊരു പേരാണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഇത് അർജുനാണ് എന്ന് പറഞ്ഞു? അയ്യോ, അങ്ങനല്ല. കാര്യം എന്നാ? കുന്തി ദേവിക്ക് വേറെയും 2 മക്കളുണ്ടായിരുന്നു. ആരാ? ഭീമസേനും യുധിഷ്ഠിരനും. വേണമെങ്കിൽ നകുലിനെ സഹദേവനെയും കൂടെ കൂട്ടാമെങ്കിൽ കൂടെ ഇവർ 2 പേരും ഉണ്ടായിരുന്നു. പക്ഷെ പാർത്ഥനാണ് ഇത് എന്ന് പറയാൻ കാരണം നമുക്ക് മഹാഭാരതം അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വിശദീകരിച്ച് തന്നെ പോകണം. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഇതിൻ്റെ അകത്ത് 4-5 ഇൻപുട്സുകൾ അവർക്ക് പോയി. പൃഥയുടെ പുത്രനാണ്, ശ്രീകൃഷ്ണ, അർജുനൻ, നാരായണ, ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരും നമ്മൾ വായിച്ചാണ് അമർചിത്രകഥ വായിച്ചു വന്നവരൊന്നും ആയിരിക്കത്തില്ല, മഹാഭാരതം പഠിച്ചു വന്നവരായിരിക്കത്തില്ല. ഇനി ഇതല്ലാതെ ഈ പൃഥ ഭൂമി ദേവിയുടെ വേറൊരു പേരാണ് പൃഥ എന്നാണ്. അപ്പം പാർത്ഥൻ ആരാണ്? ഭൂമി ദേവിയുടെ പുത്രനാണ്. ആചാര്യന്മാര് ഈ ഒരു രീതിയിൽ പാർത്ഥനെ വ്യാഖ്യാനിക്കും. ആരാണ് പാർത്ഥൻ? പൃഥയുടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയുടെ പുത്രനാണ്. ആരാ ഭൂമി ദേവിയുടെ പുത്രൻ? നമ്മൾ ഓരോരുത്തരും ഭൂമി ദേവിയുടെ മക്കളാണ്. നമ്മൾ ഓരോരുത്തരും ഭൂമി ദേവിയുടെ മക്കളാണ്. നമുക്കോരോരുത്തർക്കും ഭഗവാൻ സ്വയം നേരിട്ട് പറഞ്ഞു തന്നാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇടപെടാൻ പാടില്ല. എന്താണ്? വല്ലവൻ്റെ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടുന്നത്? എന്തിനാ? നമ്മൾ സാധാരണ പറയത്തില്ല, മക്കളെ നിങ്ങൾ വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നെല്ലാം പറയും. അങ്ങനല്ല. ഇത് അർജുനന് യുദ്ധക്കളത്തിൽ ഉപദേശിച്ച സാധനം എന്ന് പറയുന്നത് അത് അങ്ങനൊരു കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെയോ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ നേരിട്ട് ഉപദേശിച്ച. ഓക്കെ, ഇതൊരു പോയിന്റ്. ഇനിയോ അതല്ലെങ്കിൽ ഒരർത്ഥം കൂടെ നമുക്ക് വേണമെങ്കിൽ കാണാം. പാർത്ഥൻ എന്ന് പറയുന്ന വാക്ക് പാതി, ഇത് രക്ഷിക്കുക എന്നാണ്. പാതി എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കുക. ഓക്കെ, രക്ഷിക്കുന്ന ആരാണ്? പരമേശ്വരനാണ്, ഭഗവാനാണ് രക്ഷിക്കുന്നത്. ഓക്കെ, ആ ഭഗവാൻ അർത്ഥമായിട്ട് ആരാണോ കരുതുന്നത്, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം. അപ്പം ഭഗവാനാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്നാരാണോ കരുതുന്നത് അയാളാണ് പാർത്ഥൻ. എന്താ പറഞ്ഞത്? രക്ഷിക്കുന്ന ആൾ, ആ ഭഗവാൻ, അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം. അദ്ദേഹമല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട
എന്ന് കരുതുന്ന ആള്. കാര്യം നമ്മൾ ധനം എന്ന് പറയാൻ കാരണം എന്താണ്? ധനത്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണം. ഞാൻ അർത്ഥിക്കുന്നത് ധനമായതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഏറ്റവും ആവശ്യം, എനിക്ക് ഏറ്റവും വേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? അത് ഭഗവാനാണ് എന്ന് കരുതുന്ന ആളാണ് പാർത്ഥൻ. അങ്ങനെയുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതാണെന്ത്? ഭഗവത്ഗീത. ആര് പറഞ്ഞു കൊടുത്താണ്? ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്താണ്. എന്താ ഭഗവത്ഗീത? ഒന്നുകിൽ യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്താണ് ഭഗവത്ഗീത എന്ന് കാണാം. അതല്ലെങ്കിലോ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് കാണാം. അതല്ലെങ്കിലോ ഏറ്റവും മികച്ച ഭക്തന്, ഭക്തന് ഞാനിവിടെ ഭക്തി എന്നുള്ളൊരു വാക്കിൽ പറഞ്ഞാണ്. പക്ഷേ ഭഗവാനെ നമുക്ക് വേറൊരു രീതിയിൽ നോക്കിയാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാനെ നമ്മൾ ഭഗവാൻ എന്ന് കാണുമ്പോഴത്തേക്കും ഉടൻ തന്നെ ഈ പറഞ്ഞ കണക്ക് എന്താണ്, സ്വർഗത്തിലിരിക്കുന്ന അങ്ങനെ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. പിന്നെന്താണ്? ഏറ്റവും മികവ് ആണ്, ഏറ്റവും മികച്ച ആളെയാണ് ഭഗവാൻ എന്ന് പറയുക. നമ്മൾ ഇതേ വിഷയം പലയിടത്ത് ഇനി കടന്നു വരുവേ. അതായത് ഭഗവാൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വരിക എന്താണ്? ഭഗം ഉള്ള ആളാണ് ഭഗവാൻ എന്നാണ്. ഓക്കെ, സപ്താഹമല്ല അല്ലെങ്കിൽ ഭാഗവതമൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം എന്താണ് 6 കാര്യങ്ങൾ ചേർന്നതാണ് ഭഗം. എന്താണ് 6 കാര്യങ്ങൾ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാന, വൈരാഗ്യമായിട്ടുള്ള ഈ 6 കാര്യങ്ങൾ. ഇത് ആരിലാണോ സമഗ്രമായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരാളെയാണ് ഭഗവാൻ എന്ന് വിളിക്കുക. എന്താ? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാന, വൈരാഗ്യം. ഈ 6ഉം സമഗ്രമായിട്ട് ആരിലാണോ ഉള്ളത് അയാളെയാണ് ഭഗവാൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഭഗവാനാണ്, അതായത് ഏറ്റവും മികവിനെ വേണം 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 എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ആര്? പാർത്ഥൻ. നമ്മളൊക്കെ പാർത്ഥന്മാരാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അതെ, നമുക്ക് വേണമെങ്കിൽ പറയാം, എന്ത് പറയാം? ഞാൻ ഭൂമിയുടെ മകനാണ്. ഓക്കെ, ആ രീതിയിൽ നീ പാർത്ഥനാണ്, ഞാൻ പാർത്ഥനാണ്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും ബെസ്റ്റിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കണം. അങ്ങനെ ശ്രമിക്കുന്ന ഒരാളും പാർത്ഥനാണ്. ഓക്കെ, ഇനിയോ നമ്മൾ സത്സംഗത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭക്തൻ പാർത്ഥനാണ്. കാര്യം ഭക്തൻ ഏറ്റവും മികവിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്ന ആള്. നമുക്കാണ് ഈ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചന്ദനക്കുറിയും തൊട്ടിട്ട് രാമ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ആളായിട്ട് നമ്മളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയല്ല, ആചാര്യന്മാർ പ്രത്യേകിച്ച് നമ്മൾ ഭഗവത്ഗീത കാണുമ്പോൾ കാണും ഏറ്റവും മികവിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളാണ് ആ പാർത്ഥൻ അല്ലെങ്കിൽ ഭക്തൻ. അപ്പം ആര് പറഞ്ഞു കൊടുത്താണ്? ഭഗവാൻ ഒരു ഭക്തന് പറഞ്ഞു കൊടുത്താണ്, അല്ലെങ്കിൽ ഭഗവാൻ ഒരു മികവിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്താണ് ഭഗവത്ഗീത. ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് പറഞ്ഞു കൊടുത്താണ് ഭഗവത്ഗീത. ഭഗവാൻ അർജുനന് തേർത്തട്ടിൽ തളർന്നിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്താണ് ഭഗവത്ഗീത. ഓക്കെ, അപ്പൊ എന്താണ് ഭഗവത്ഗീത? ഈ 3 ഉത്തരങ്ങളായി. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, പിന്നെന്താണ്? ഭഗവത്ഗീത ഇങ്ങനെ പടം എന്ന് പറഞ്ഞ് പൊങ്ങി വന്ന സാധനമാണോ? അല്ല, ചിലപ്പോഴേ ഇത് നമ്മൾ വിചാരിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന ആണെന്നില്ല. ആരാ ഭഗവത്ഗീത എഴുതിയത് എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരെങ്കിലും പറയും ശ്രീകൃഷ്ണനാണ് എഴുതിയത് എന്ന് പറയും. കാര്യം നമ്മൾ കേട്ടേക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തതാണല്ലോ എന്നാണ്. ആരാ ഭഗവത്ഗീത എഴുതിയത്? ശ്രീകൃഷ്ണനല്ല, പിന്നെ ആരാ? വേദവ്യാസനാൽ എഴുതിയതാണ്. ഭഗവത്ഗീത വേദവ്യാസനാൽ എഴുതിയതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. കാര്യം എന്താണെന്നറിയോ? കാര്യം നമ്മൾ ഭഗവത്ഗീതയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ വേദവ്യാസനെ പറ്റിയും ആലോചിക്കണം. ഇത് വായിച്ചു നോക്ക്, ആരെഴുതിയതാ? ഇത് അബ്ദുൽ കലാം സാർ എഴുതിയതാണ്. നമ്മൾ ചില സമയത്ത് ഏതൊരു സിനിമയ്ക്കകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ഏത് സിനിമയാന്ന് ഞാൻ ഓർക്കുന്നില്ല, ജനാർദ്ദനന്റെ കഥാപാത്രമുണ്ട്. അയാൾ ഇങ്ങനെ പറയും, എന്ത് പറയും? ഞാനൊരു കുമാരനാശാൻ പറഞ്ഞതുപോലെ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഉടനെ ചേരാൻ ചോദിക്കുക, എപ്പോഴാണ് കുമാരനാശൻ ഇത് പറഞ്ഞത്? കാര്യം അതാണ് ഞങ്ങൾ സന്തുഷ്ടരാണ്. ഉടനെ അവിടെ നിന്ന് ആ സിനിമയുടെ പേരുമായിട്ട് വന്നു. അതാണ് പടം, അതാണോ അഭിരാമിയൊക്കെ? എനിക്ക് പേരറിയായിരുന്നു. ഓക്കെ, പോട്ടെ. അപ്പോൾ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന് നമ്മൾ ഇവിടെ ഒരു കൃതിയെ പറ്റി ആലോചിക്കുമ്പോൾ അത് ആരാണ് എഴുതിയതെന്നും കൂടെ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ പറ്റിയും ചിന്തിക്കണം. ഇവിടെ ഗീതാധ്യാന ശ്ലോകം എഴുതുന്ന സമയത്ത് മധുസൂദന സരസ്വതി സ്വാമികള് കൃത്യമായിട്ട് വേദവ്യാസനെ 1-2 വാക്കുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ? വിശാല ബുദ്ധിയായിട്ടുള്ള പുരാണ മുനിയായിട്ടുള്ള വേദവ്യാസൻ. ചില്ലറക്കാരനല്ല എഴുതിയത്. പിന്നെ ആരാണ്? വിശാല ബുദ്ധിയായിട്ടുള്ള
പുരാണ മുനിയായിട്ടുള്ള വേദവ്യാസൻ, അദ്ദേഹമാണ് എഴുതിയത്. ആരാ വേദവ്യാസന്റെ അച്ഛൻ, വേദവ്യാസന്റെ അമ്മ, ഇതൊക്കെ ആരാ? പരാശരനും സത്യവതി. ഞാൻ സാധാരണ പറയുന്ന ഒരു കഥയുണ്ട്, സ്ഥിരമായിട്ട് പറയുന്ന കഥ, ആരും എന്നെ ഇനി അതിൻ്റെ പേരിൽ ഇടിക്കാനൊന്നും വരരുത്. അതായത് ഞാൻ കുറേ കാലം മുമ്പ് 2007, 2008 ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഓക്കെ, പിള്ളേർക്ക് ടീച്ചർ ഇങ്ങനെ ബാലവർ ക്ലാസ് എടുക്കാൻ പോയതാണ്. അപ്പം അന്ന് ഞാൻ യുവവീറാണ്, ബ്രഹ്മചാരി ഒന്നുമല്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചെന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളുമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പരിപാടി അവരോട് ചോദ്യം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഏറ്റവും മികച്ച പരിപാടി. അപ്പോൾ ഞാനതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എനിക്ക് കാര്യം കൃത്യമായിട്ട് കത്തി. എന്താണ്, ഈ പിള്ളേർക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. അപ്പോൾ ആ സത്യം പറഞ്ഞാൽ അത് ദുഃഖമുള്ളൊരു കാര്യമാണ്. എങ്കിൽ കൂടെ നമുക്ക് മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാര്യം എന്താ, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് പുതിയതാ, മനസ്സിലായില്ലേ? അപ്പോൾ ഉടനെ ഞാൻ അങ്ങനെയാണെങ്കിൽ മഹാഭാരത കഥ വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞു തന്ന് ഈ വിഷയം വേദവ്യാസനിലെത്തി. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ വന്ന ചോദ്യം, അല്ല നേരത്തെ പ്രിപ്പയർ ചെയ്തൊന്നും പോയതൊന്നുമല്ല. ഓക്കെ, ഈ കഥ തന്നെ ഇപ്പോൾ ഇവിടെ പറയണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ വന്നപ്പോൾ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഉടനെ ചോദിച്ചു, മക്കളെ വേദവ്യാസന് അമ്മ ഇട്ടുകൊടുത്ത പേരുണ്ട്, അതെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. വേദവ്യാസന് അമ്മ ഇട്ട പേര് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ പിള്ളേരൊക്കെ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുക. വേദവ്യാസം തന്നെ പാവങ്ങൾ കേട്ടിട്ടില്ല. അപ്പോഴാണ് ഈ അമ്മ ഇട്ട് കൊടുത്ത പേര് അവരിങ്ങനെ എന്ന് പറഞ്ഞ് ചേട്ടാന്ന് പറഞ്ഞിങ്ങനെ വായി വിളിച്ചിരിക്കുക. അപ്പോൾ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. നീ പറ. അപ്പോൾ പിള്ളേരെന്താ ഈ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ പറയാൻ തുടങ്ങി. ദൃഷ്ടദ്യുമ്നൻ, പ്രഹ്ലാദൻ, അതല്ല കട്ടിപ്പേര്, സംസ്കൃതം പേര് വേണമല്ലോ, അല്ലാതെ ബിജു, സിജു എന്നൊന്നും ആരും അങ്ങനെ ഇടത്തില്ലല്ലോ. പിള്ളേരിങ്ങനെ പറഞ്ഞു ഒരു പയ്യൻ അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു ശശി എന്ന് പറഞ്ഞു. ഓക്കെ, അന്ന് ഞാൻ പറയുന്നത് എത്ര വർഷം മുമ്പാണ്. അന്ന് ഈ ശശിന്ന് ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന നല്ലൊരു പേരിനെ ഇങ്ങനെ വികൃതമാക്കി ആരും ഉപയോഗിക്കാറൊന്നുമില്ല. ഓക്കെ, എന്ത് ഗംഭീരമായിട്ടുള്ള അർത്ഥമുള്ള പേരാ. പക്ഷേ ഇത് പറഞ്ഞിട്ടുള്ള പിള്ളേരെല്ലാവരും കൂടെ ചിരിച്ചു. കാര്യം അവരുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ആളുടെ പേരാണല്ലോ. ഞാൻ പറഞ്ഞു പോടാ ശശി എന്നൊന്നും അല്ലാന്നെല്ലാം പറഞ്ഞിട്ട് കറങ്ങി അടിച്ച് ഇത് ഫ്രണ്ടിൽ വന്നു. കൊച്ചു പിള്ളേരുണ്ട്, ഊപ്പ പിള്ളേരുണ്ട്. അതിൻ്റെ അകത്തൊരു കൊച്ചു കുഞ്ഞുണ്ട്, നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മാലാഖയുടെ മുഖമുള്ള എന്നെല്ലാം പറയുന്ന കണക്കത്തെ ഒരു കൊച്ചു കുഞ്ഞിരിപ്പുണ്ട്. ഇവളിങ്ങനെ ചിരിച്ചോണ്ട് പറഞ്ഞ് കൃഷ്ണൻ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് നെഞ്ചിലിടിയായി. കാര്യം എന്നാ, ഈ മുതിർന്ന പിള്ളേർ ആർക്കും പറയാത്ത ശരി ഉത്തരം ഈ കൊച്ചു കുഞ്ഞു പറഞ്ഞു. അവൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കണ്ട പറയുന്നത്. പക്ഷെ എനിക്ക് സമ്മതിക്കാൻ തോന്നിയില്ല. ഞാൻ എന്നെ വിശ്വാസമില്ല. ഞാൻ അവളുടെ ചോദിച്ചു, മോളെ നീ സത്യം പറ, നിനക്ക് വേദവ്യാസന്റെ പേര് അമ്മ ഇട്ട് കൊടുത്ത പേര് കൃഷ്ണനാണ് എന്ന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഇവിടെ പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ചേട്ടാ. അതേ, ആ ചേട്ടൻ പറഞ്ഞില്ലേ ശശിന്ന്, അത് എൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ടേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേദവ്യാസൻ ആരാണെന്നും അദ്ദേഹം എന്ത് ചെയ്തു എന്നും അറിയാത്തൊരു തലമുറ ഇവിടെ ഉണ്ട്. അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേദവ്യാസൻ ചില്ലറക്കാരനല്ലായിരുന്നു. പിന്നെന്താണ്, വിശാല ബുദ്ധിയായിരുന്നു. എന്താ വിശാല ബുദ്ധി? വിശാല ബുദ്ധി ഒന്ന്, ബുദ്ധി വിശാലമായിരുന്നു. അതല്ലേ സ്വാമി പറഞ്ഞേ, അത് തന്നെ. എന്താ സംഭവം? അത് ബ്രില്യൻ്റ് ഇൻ്റലക്റ്റ് ആയിരുന്നു. ബ്രില്യൻ്റ് ആയിരുന്നു. ഏത് രീതിയിൽ? അറിവിൻ്റെ ഭണ്ഡാരമായിരുന്നു എന്ന് പറയാം. അറിവിൻ്റെ ഭണ്ഡാരമായിരുന്നു. അതായത് അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. സർവശാസ്ത്രവിദായിരുന്നു. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം? ആ പേര് കൃഷ്ണദ്വൈപായന് ആ പേര് കിട്ടിയത് തന്നെ, വേദവ്യാസൻ എന്നുള്ള പേര് കിട്ടിയത് തന്നെ അറിവിൻ്റെ സൂചനയാണ്. മനസ്സിലായില്ലേ? കാര്യം കൃഷ്ണൻ എന്നാണ് അമ്മ ഇട്ടത്. ദ്വീപിൽ ജനിച്ചത് കൊണ്ട് ദ്വൈപായനൻ എന്ന് പേരായി. പക്ഷേ വേദവ്യാസൻ എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താ? കാര്യം അദ്ദേഹം വേദത്തിനെ പകുത്തു എന്നാണ്, എഡിറ്റ് ചെയ്തു എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാര്യം എന്താ? നമ്മൾ സാധാരണ ഞാൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് പറയും, മക്കളെ ഇത് 200 പേജുള്ളൊരു ബുക്കാണ്. ഈ ബുക്കിൽ എല്ലാ നമ്പരും പേജ് നമ്പരും ഞാൻ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഓരോ പേപ്പറായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓർഡർ അനുസരിച്ച് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എൻ്റെ അടുക്കത്തന്നെ എനിക്ക് പറ്റത്തില്ല. മനസ്സിലായല്ലേ? അപ്പോഴല്ലേ പിള്ളേർക്ക് കാര്യം എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോലും പറ്റത്തില്ല എന്നൊന്നും പറയണ്ട. എങ്കിൽ കൂടെ കാര്യം വെച്ചാൽ ഞാനിതൊരു 4-5 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വായിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് തന്നെ പറ്റത്തില്ല. ആ സമയത്താണ് വേദവ്യാസ്ജി അന്നുള്ള എല്ലാ അറിവിനെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് അതിനെ കാറ്റഗറി അനുസരിച്ച് തിരിച്ചത്. ഓക്കെ, ആരോ ഒരാൾ അവരുടെ സൗണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ തുമ്മുന്നതും ബാക്കിയല്ലേ ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാം. ഓക്കെ, ശരി. എന്താണ് പറഞ്ഞത്? പറഞ്ഞ പോയിന്റ് ഇതാണ്. വേദവ്യാസൻ എന്നുള്ള ആ പേര് തന്നെ വേദവ്യാസജിയുടെ
അറിവിൻ്റെ സൂചനയാണ്. അത് വേദം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ടക്ക് എന്ന് പറഞ്ഞ് 4 എന്ന് പറയും. സത്യത്തിൽ വേദം 1. അറിവ് ഒന്നേ ഉള്ളൂ. ഈ അറിവിനെ ഋക്ക്, യജസ്, സാമ, അഥർവമായിട്ട് കാറ്റഗറി അനുസരിച്ച് തിരിച്ചത് വിശാല ബുദ്ധിയായിട്ടുള്ള വേദവ്യാസിയാണ്. എന്നിട്ട് അദ്ദേഹം ഇതിനെ 4ആയിട്ട് പകുത്തിട്ട് വെറുതെ വെക്കല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇത് പങ്കിട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇവിടാണ് വിശാല ബുദ്ധിത്വം വേറൊരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുക. കാര്യം അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി, ഇപ്പോഴത്തെ ഒരു രീതിയിൽ പോയാൽ ഈ അറിവ് കൂടുതൽ കാലത്തേക്ക് കാണില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇവിടെ ഒരു ശിഷ്യ പരമ്പരയെ സൃഷ്ടിച്ചു. അതൊരു വലിയ സംഭവമാണ്. ഓക്കെ, നമ്മൾ ചില ആൾക്കാരുണ്ട് തന്നെത്താൻ പണിയെടുക്കുന്ന ആൾക്കാർ, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വർക്ക് മര്യാദയ്ക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇവിടെ ഇദ്ദേഹം ഈ അറിവിനെ എന്ത് ചെയ്തു? അറിവിനെ കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശിഷ്യന്മാരെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇതിനെ ഉപദേശിച്ചിട്ട് എങ്ങനെ അടുത്ത തലമുറയിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ളത് അദ്ദേഹം ആ ഒരു സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇല്ലായിരുന്നു എങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉരുവായില്ലായിരുന്നു എങ്കിൽ ഈ ജ്ഞാനം എവിടെങ്കിലും പോയേനെ. എന്തുകൊണ്ടാണ് നമ്മൾ വേദവ്യാസിയുടെ ജന്മദിനത്തിനെ ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്? വേദവ്യാസിയുടെ ജന്മദിനമാണ് ഗുരുപൂർണിമ. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു. അതെ, സദാശിവനിൽ നിന്ന് തുടങ്ങിയതാണ് എങ്കിൽ കൂടെയും എന്താണ്, എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. കാര്യം എന്താ? വിശാല ബുദ്ധിയാണ്. കുറേ കാര്യങ്ങൾ അറിയാവുന്ന മാത്രമല്ല, അറിയാവുന്നതിനെ കൃത്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു കാര്യം കൂടെ ചെയ്തു. ചില ആൾക്കാർ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി പറയും, ഭയങ്കര അറിവാണ്, പക്ഷെ അവർ പഠിപ്പിച്ചാലൊന്നും മനസ്സിലാവില്ലെന്ന്. അങ്ങനെ പറയത്തില്ലേ? ഇത് പഠിപ്പിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല, ബാക്കിയുള്ളവരെ അത് പഠിപ്പിക്കാനുള്ള മാർഗവും ചെയ്തു വെച്ചു. ചെറിയ കാര്യമല്ല, അത് വിശാല ബുദ്ധിത്താണ്. അതില്ലെങ്കിലോ അത് മാത്രമല്ല, വിശാല ബുദ്ധി എന്നുള്ളത് കൊണ്ട് ഒരു വിഷണറിയെ കൂടെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഗംഭീര കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായി? ഈ വേദങ്ങള്, ഉപനിഷത്തുകള് അത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തു, ആ വേദത്തിനെ പകത്ത് ശിഷ്യ പരമ്പര ഉണ്ടാക്കി ആ രീതിയിൽ ഇതിനെ വെച്ചത് മാത്രമല്ലാതെ വേദതത്വങ്ങളെ, വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നതിനെ അതിനെ പുരാണങ്ങളായി, ഇതിഹാസമായി അതിനെ പോപ്പുലറൈസ് ചെയ്തു. മനസ്സിലായില്ലേ? ഇത് ചെറിയ കാര്യമല്ല. നമുക്കും ഇന്ന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിനി ഭഗവത്ഗീതയിലേക്ക് കൂടുതൽ കടക്കുന്ന സമയത്ത് നമ്മുടെ ആചാര്യന്മാർ എന്താണ് ചെയ്തു വെച്ചിരുന്നത് എന്നുള്ളതിൻ്റെ മഹത്വം നമ്മൾ കാണും. കാര്യം എല്ലാം ഒരൊറ്റ പോയിന്റാണ്. ഈ ഒരു പോയിന്റിനെ ഓരോ ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് ഇത് വെച്ചു. ഇപ്പോൾ ഇവിടെ ഞാൻ ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി കണക്റ്റ് ആയില്ലേ? ചിലപ്പോൾ ഈ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കത്തത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കഥകളുടെ സഹായത്തോടു കൂടി പുരാണ തത്വങ്ങളെ മുന്നിലോട്ട് വെച്ചു. ഓക്കെ, അതുമാത്രമല്ല, ഇത് നിങ്ങൾക്കിങ്ങനെ സിമ്പിളാക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിലുള്ള കൃതികൾ വേദവ്യാസൻ എഴുതിയിട്ടുണ്ടോ? പിന്നെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. 555 സൂത്രങ്ങളാണ് ബ്രഹ്മസൂത്രത്തിലുള്ളത്. അതിൽ എന്തിനാണ് ബ്രഹ്മസൂത്രം എന്ന് വെച്ചാൽ, ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ആ ഒരു വൈരുദ്ധ്യത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ന്യായം, അതിൻ്റെ ലോജിക്കിനെ എടുത്തു കാണിക്കാനാണ് ഈ ബ്രഹ്മസൂത്രം എഴുതിയിരിക്കുക. ചിന്മയ മിഷൻ്റെ റിസർച്ച് വിങ് ഉണ്ട്. അതിൻ്റെ പേര് ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നാണ്. ഇവർ ബ്രഹ്മസൂത്രത്തിനെ അധീകരിച്ചിട്ടൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ബ്രഹ്മസൂത്ര ചതുസൂത്രി എന്ന് പറഞ്ഞത് 555 സൂത്രങ്ങളും ഇല്ല. പിന്നെയോ 4 സൂത്രങ്ങൾ, ആദ്യത്തെ 4 സൂത്രങ്ങളെ പറ്റി മാത്രമുള്ള ഒരു റിസർച്ച് വർക്കാണ്. 2 വോളിയുണ്ട്, ഇത്രയുള്ള 2 വോളിയുണ്ട്. ശങ്കരഭാഷ്യത്തിൻ്റെ പഠനമാണ്. ഏകദേശം 15 വർഷത്തിന് മേളിൽ ഈ റിസർച്ച് നടന്നു. തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും അത്ര മടിയന്മാരായിരുന്നു എന്ന്. അതല്ല,
ഈ ബ്രഹ്മസൂത്രത്തിന് ശങ്കരഭാഷ്യത്തിനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും അതിൻ്റെ വ്യാഖ്യാനം എഴുതാനും ഇന്ന് ഭാരതത്തിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിൽ എഴുതാനുള്ള ആൾക്കാരില്ല, വളരെ കുറവാണ്. ഇത് കാൻഷിറാം എന്ന് പറഞ്ഞൊരു സാർ, അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു, 80 വയസ്സിന് മേളിലുണ്ട്. അദ്ദേഹമാണ് ഇതിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളെന്നാണ്. ഓക്കെ, അതായത് അത്രയും ആഴത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കൃതി ബ്രഹ്മസൂത്രം. അതുമാത്രമല്ല, നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുരാണ ഇതിഹാസങ്ങൾ എഴുതിയ, പിന്നെയോ ഈ അറിവിനെ പല 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 തലമുറകളിലേക്ക് എത്തിക്കാൻ വേണ്ട മാർഗങ്ങളും കൂടെ ചേർത്ത് വെച്ച ആളാണ് ആര്? വേദവ്യാസി. അദ്ദേഹം പുരാണ മുനിയും കൂടാണ് എന്ന്. എന്താ പുരാണ മുനി എന്ന് പറഞ്ഞാൽ? പഴയതാണെങ്കിലും പുതിയതാണ് എന്ന് നമ്മൾ പറയുമല്ലോ, ഓൾഡ് യെറ്റ് ന്യൂ എന്ന് പറയുന്നതാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് ബാഹുബലി എന്നാണ്. ഓക്കെ, ഈ ബാഹുബലിയുടെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് മഹാഭാരതമാണ്. ബാഹുബലി സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട അല്ലെങ്കിൽ അന്ന് നടന്ന അതേ കഥ ഇന്നത്തെ കാലത്തെ ആൾക്കാർക്കും ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കൃതിയാണെന്ത്? വേദവ്യാസനാൽ എഴുതപ്പെട്ടത്. അങ്ങനെയുള്ള വേദവ്യാസനെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി പറയുക എന്താണ്? വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. അത് വേദവ്യാസൻ പറഞ്ഞു വെച്ചത്, പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചതേ ബാക്കി ഈ ലോകത്തിലുള്ളൂ എന്നാണ്. ഓക്കെ, അതായത് എന്തും നമുക്ക് മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ കാണുന്നതെല്ലാം തന്നെ മഹാഭാരതത്തിൽ കാണാൻ പറ്റുകയും ചെയ്യും എന്ന് ആചാര്യന്മാർ പറയുന്നതാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. അങ്ങനെയുള്ള വേദവ്യാസനാൽ എഴുതപ്പെട്ട കൃതിയാണ് ഭഗവത്ഗീത. എന്താണ് ഭഗവത്ഗീത എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് വേദവ്യാസജിയെയും കൂടെ കൊണ്ടുവരാം എന്നുള്ളതാണ്. പിന്നെയോ ഗീതാ ധ്യാന ശ്ലോകം പറയും, മധ്യേ മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത. ഓക്കെ, മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേജിൻ്റെ അകത്ത് 50ാമത്തെ പേജ് എന്നാണോ? അല്ല, പിന്നെന്താണ് നമ്മൾ പറയുക? എന്താ? ക്രക്സ് ആണ്, അതല്ലെങ്കിൽ കോറാണ്, എസെൻസ് ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കൃതിയാണെന്ത്? മഹാഭാരതം. 1,00,000 മുകളിൽ ശ്ലോകങ്ങളുണ്ട്. ആ മഹാഭാരതത്തിൻ്റെ മധ്യം എന്ന് പറഞ്ഞാൽ കാച്ചിക്കുറുക്കിയതാണ്, അതിൻ്റെ എസെൻസ് ആണ് ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കണം. ഓക്കെ, മഹാഭാരതം പറഞ്ഞു വെച്ചതിനെ എല്ലാം കൂടെ വീണ്ടും വീണ്ടും കാച്ചിക്കുറുക്കി എത്ര ശ്ലോകങ്ങളുണ്ട്? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര ശ്ലോകങ്ങളുണ്ട്? 700 അല്ലെങ്കിൽ 701. അതിലേക്ക് എന്താണെന്ന് വരാം. പിന്നെയോ 18 അധ്യായങ്ങളോടുകൂടിയുള്ളതാണ്. അതാ ഞാൻ ഈ 700 അല്ലെങ്കിൽ 701 പറയാൻ കാരണം നമ്മൾ ഇപ്പം ചിന്മയാമിഷൻ്റെയൊക്കെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 701 ശ്ലോകങ്ങൾ കാണും. ഓക്കെ, 1ാമത്തെ അധ്യായത്തിൽ 47 ശ്ലോകം, 2ാമത്തെ അധ്യായത്തിൽ 72 ശ്ലോകം, 3ാമത്തെ അധ്യായത്തിൽ 43 ശ്ലോകം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 701 ശ്ലോകങ്ങൾ കാണും. പക്ഷേ ഇപ്പം ഗീതാ പ്രസിൻ്റെയൊക്കെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ബുക്കുകൾ, കൃതികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 700 ശ്ലോകങ്ങളെ കാണുള്ളൂ. 700 ശ്ലോകങ്ങൾ. കാര്യം എന്താ? കാര്യം 13ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നാണ് അധ്യായത്തിൻ്റെ പേര്. അതിൽ അർജുന ഉവാച എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് പിന്നെ ഏതോ ഒരു കാലത്ത് ആചാര്യന്മാർ അവരാൽ എഴുതപ്പെട്ടതാണ് എന്നാണ് വിശ്വസിക്കുക. 13ാമത്തെ അധ്യായത്തിൽ. ഓക്കെ, 13ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം കൂട്ടിച്ചേർക്കും. ഓക്കെ, അത് ഗീതാ പ്രസിൻ്റെയൊക്കെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 13ാമത്തെ അധ്യായം തുടങ്ങുന്നത് ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞിട്ടായിരിക്കും. ചിന്മയാമിഷൻ്റെയൊക്കെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അർജുന ഉവാച എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം 18 അധ്യായം ഉണ്ട്. പിന്നെന്താണ്? 700 അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളുണ്ട്. ഓക്കെ, ഇനി എന്താ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുക? എന്താണ് ഭഗവത്ഗീത എന്നാണ് വിഷയം. എന്താ ഭഗവത്ഗീത പഠിപ്പിക്കുക? ഇത് പിടിച്ചോണേ. ഭഗവത്ഗീത അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നവളാണ് എന്നാണ്. എന്താ ഭഗവത്ഗീത പഠിപ്പിക്കുക? അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നതാണ്. ഇപ്പം എന്താ അദ്വൈതം എന്ന് പറയും? മോഹൻലാലിൻ്റെ സിനിമയാണെന്ന് പറയും. മോഹൻലാൽ അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, പോട്ടെ. എന്താണ്? രണ്ടില്ല. എന്നൊക്കെ നമുക്കറിയാം സ്വാമി, ഞങ്ങളിതൊക്കെ കുറേ കേട്ടാണ്. ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത മത സ്ഥാപകനല്ല, പ്രചാരകനായിരുന്നു എന്നല്ല നമ്മളൊക്കെ പറയും. ഓക്കെ,
ഇതിനെ ഏറ്റവും വളരെ രസകരമായിട്ട് നമുക്ക് നോക്കിക്കാണുകയാണെങ്കിൽ ചിന്മയ മിഷൻ്റെ ഒരു ബുക്കുണ്ട്. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ് പറയുക. എന്താണെന്നറിയാം, ആ ബുക്ക് ഒരു ചെറിയ ബുക്കാണ്. ആ ബുക്കിൻ്റെ പേര് മെനി പ്രോബ്ലംസ് വൺ സൊല്യൂഷൻ എന്നാണ് ബുക്കിൻ്റെ പേര്. എന്താണ്? മെനി പ്രോബ്ലം വൺ സൊല്യൂഷൻ. പല 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 പ്രശ്നങ്ങൾ, അതിന് ഒറ്റ സൊല്യൂഷൻ. അതാണ് എന്താണത്, ആ സൊല്യൂഷൻ എന്താണെന്നാണ് ആ ബുക്കിൻ്റെ അകത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണ് എന്ന് തേടി പോകണം എന്നാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ ഡ്യുവാലിറ്റിയാണ്, രണ്ടെന്നുള്ള ഭാവമാണ് പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്നാണ്. ഇതെങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ കാണുവേ ഭഗവത്ഗീതയിൽ. നമ്മളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന് കാണും. അപ്പോൾ ഈ ദ്വിതീയ അല്ലെങ്കിൽ എന്താണ് പറയും, ദ്വിതീയാത് വൈ ഭയം ഭവതി, ഈ ഡ്യുവാലിറ്റി നമ്മുടെ ഉള്ളിൽ ഭയത്തിനെ ജനിപ്പിക്കുമെന്നും ഇതിനെ ഇല്ലാതെയാക്കുന്ന അദ്വൈതമാകുന്ന അമൃതിനെ വർഷിക്കുന്നവളാണ് ഭഗവത്ഗീത. അതെന്താ ഭഗവത്ഗീത നമുക്ക് നൽകുക? ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കാണിച്ചു തരും, എൻ്റെ സ്വരൂപം എന്താണ് എന്ന് കാണിച്ചു തരും, രണ്ടില്ല എന്നുള്ളത് കാണിച്ചു തരും, എൻ്റെ ഭയത്തിനെ ഇല്ലാതെയാക്കും. ഓക്കെ, ഇതിനെ വെറുതെ തരുകയല്ല, പിന്നെ എന്താണ്, വർഷിക്കും എന്നാ നമ്മൾ പറഞ്ഞില്ല, കൊണ്ട് കൊട്ടും. അതേപോലെ ഈ അദ്വൈതമാകുന്ന അമൃതിനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആ അമൃതിനെ ഭഗവത്ഗീത നമ്മളിലേക്ക് ചുരി. ഇതാണ് ഭഗവത്ഗീത. ഓക്കെ, എന്താണ് ഭഗവത്ഗീത? ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ എന്താ ഭഗവത്ഗീത? ഭഗവത്ഗീത ഇതിൻ്റെ അകത്ത് തന്നെ പറയും. എന്താ? ഗീതാ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയും, സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എന്താണ്? എല്ലാ ഉപനിഷത്തുകളും, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അറിവിനെ, ആത്മജ്ഞാനത്തിനെ, നമ്മുടെ സ്വരൂപത്തിന്. ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും ചോദ്യം ചോദിക്കാനുള്ള അവസരം തരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചില വാക്കുകളൊക്കെ സ്ഥിരം ഉപയോഗിച്ച് എനിക്ക് ശീലം വന്നിട്ടുള്ള വാക്കുകളുണ്ട്. എന്താ? ആത്മജ്ഞാനം, സ്വരൂപം എന്നല്ല. ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ വേറെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊന്നും ആലോചിക്കേണ്ട, ചോദിച്ചോണേ ഇത് കഴിയുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാക്കുകളോ, കാര്യം നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ധാരണയിലായിരിക്കും നമ്മൾ കയറി പെട്ടയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ, അറിയാൻ മേലാത്ത എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും പറയും, ഇല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾക്ക് ചോദിച്ചിട്ട് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ? ഇവിടെ എല്ലാ ഉപനിഷത്തുക്കളും, ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മജ്ഞാനത്തിനെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ആ പരമമായിട്ടുള്ള സത്യത്തിനെ നമുക്ക് കാണിച്ചു തരുന്ന ആ വേദാന്ത ഭാഗങ്ങളെ, ഉപനിഷത്തുക്കളെയും പശുക്കളായിട്ട് അതിൻ്റെയൊക്കെ ആ ഉപനിഷത്തുക്കളുടെയൊക്കെ സാരം പാലെന്നാണ് ആചാര്യന്മാർ പറയുക. ആ പാലാണെന്ത്? ഭഗവത്ഗീത. ഓക്കെ, കറക്കുന്ന ആളാരാണ്? കറക്കുന്ന ആള് അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഓക്കെ, അല്ലെങ്കിൽ പശുപാലനാണല്ലോ. അതുമാത്രമല്ല അർജുനാണ് ആ പശുക്കിടാവ്. കാര്യം അർജുൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പശുക്കുട്ടിയായിട്ടുള്ള അർജുൻ അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ആ ഉപനിഷത്താകുന്ന പശുക്കള് പാലിനെ ചുരത്തുക എന്നാണ്. എന്നിട്ട് ഭഗവാൻ അത് കറന്നെടുത്തിട്ട് ബുദ്ധിയുള്ള ആളുകൾക്ക്, ശുദ്ധികൾക്ക്, നല്ല വിദ്വാൻമാർക്ക് ഭഗവത്ഗീതയെ നൽകുന്നു. അപ്പൊ എന്താ ഭഗവത്ഗീത? ഭഗവത്ഗീത സർവജ്ഞാനത്തിൻ്റെയും സത്തയാണ്. എല്ലാ ജ്ഞാനത്തിൻ്റെയും, പരമജ്ഞാനത്തിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ, സ്വരൂപജ്ഞാനത്തിൻ്റെ സത്തയാണ്. നേരത്തെ നമ്മൾ മഹാഭാരതത്തിൻ്റെ മധ്യമാണ് എന്ന് പറയുന്നത് പോലെ, മഹാഭാരതം എന്താണ്? ധർമ്മകൃതിയാണ്, അതിൻ്റെ സത്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ സർവ ഉപനിഷത്തുക്കളുടെയും സാരമാണ് ഭഗവത്ഗീത. ഉപനിഷത്ത് പഠിക്കണ്ടേ? ഉപനിഷത്തും പഠിക്കണം. പക്ഷെ എന്താ? ഭഗവത്ഗീത പഠിച്ചാൽ എന്താണോ നമുക്ക് ഉപനിഷത്ത് കിട്ടുന്നത്, ഉപനിഷത്ത് പഠിക്കുന്നതിൽ കൂടെ കിട്ടുന്നത്, അത് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിർത്തും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് പോയിന്റ്. എന്താണ്? ഭഗവത്ഗീത നമ്മൾ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഒന്ന്, നമുക്ക് ഇത് കണക്കുള്ള ശ്രവണാഭ്യാസം ചെയ്യാം. ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കാം. പക്ഷെ ഈ കേട്ട് പഠിക്കുക മാത്രമല്ല, നമ്മളിത് ജീവിക്കുകയും ചെയ്യണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
പ്രത്യേകിച്ച് നമ്മൾ ഭഗവത്ഗീത നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ടാണല്ലോ കാണുക. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഈ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ജീവിതത്തിൽ എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നതെന്നും കൂടെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടതിൻ്റെ അകത്തുനിന്ന് എന്താണ് ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്നതെന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തുത്തരം പറയും? ഇന്ന് ഞങ്ങളൊന്നും അങ്ങനെ ജീവിതത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ, ഫുള്ള് ജനറൽ നോളജ് ആയിരുന്നല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ആകണം എന്നില്ല. എന്താ? ഭഗവത്ഗീതയുടെ അധികാരി ആരാ? ആർക്കാ ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്? അർജുനനാണ്. അർജുനൻ അല്ലെങ്കിൽ പാർത്ഥനാണ്. പാർത്ഥൻ്റെ ഒരു അർത്ഥം നമ്മൾ കണ്ടത് എന്താണ്? ഏറ്റവും മികവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കണം? വേറെ ആൾക്കാരെ പഠിപ്പിക്കാനെങ്കിലും നമുക്ക് പറയാം എന്താണ്? ഞാൻ ഏറ്റവും മികവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഞാനത് ചെയ്യുന്നുണ്ടെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. മികവിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 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 ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? നമ്മൾ ഭഗവത്ഗീത കേൾക്കും, നമ്മളെല്ലാവരും ചിലപ്പോൾ നോട്ട് എഴുതി എടുക്കുന്നുണ്ടായിരിക്കും, നമ്മളിത് വേറെ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ കയറും? നമ്മൾ കയറുന്നത് ഈ ഒരു കാര്യം നമ്മൾ മനഃപൂർവ്വമായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങുമ്പോഴാണ്. അപ്പം ഞാൻ മോശമായിട്ടുള്ളതിൽ ഞാൻ സെറ്റിൽഡ് ആവില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് വേണം ഭഗവത്ഗീത വിദ്യാർത്ഥിക്ക്. നമ്മൾ ഓരോരുത്തരും കിട്ടാവുന്നതിൽ മികവിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഇവിടെ നമ്മൾ തുടങ്ങും. ഇനിയോ ശ്രമിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ഭഗവത്ഗീത എന്താണ് നമ്മൾ കണ്ടു. എന്താ ഭഗവത്ഗീത? ഒന്നുകൂടെ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഭഗവാൻ നാരായണൻ പാർത്ഥന് നേരിട്ട് ഉപദേശിച്ച. ഓക്കെ, പാർത്ഥനാരാണ്? നാരായണനാരാണ്? നാരായണൻ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മതത്വമായിട്ട് വിളങ്ങുന്ന ഈശ്വര ചൈതന്യമാണ് നാരായണൻ എന്ന് പറയും. പാർത്ഥനാരാണ്? ഒന്നുകിൽ പൃഥ്വിയുടെ പുത്രനാണ്, കുന്തിദേവിയുടെ പുത്രനാണ്, ഭൂമിദേവിയുടെ പുത്രനാകാം. അതല്ല എങ്കിലോ ഏറ്റവും ഏറ്റവും വലിയ അർത്ഥം ജഗദീശ്വരനാണ് എന്ന് കരുതുന്ന ഒരു ഭക്തനാകാം. അതല്ലെങ്കിൽ ഏറ്റവും മികവിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാകാം പാർത്ഥൻ. ആ പാർത്ഥന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചിരിക്കുക. നമ്മൾ ഓരോരുത്തരും ആ പാർത്ഥനാവണം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓരോരുത്തരും അർജുനന്മാരാണ്, അർജുനനാകണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയുക. പിന്നെന്താണ്? നമ്മൾ ഓരോരുത്തരും മികവിന് ശ്രമിക്കണം എന്നുള്ളതാണ് പോയിന്റ്. ഓക്കെ, ഇനിയോ അതിൻ്റെ അടുത്ത തലം ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെ മധ്യത്തിലുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ എസൻസാണ്. ഇത് നമ്മൾ വേറൊരു കാര്യം കൂടെ പറയും. ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല, പിന്നെയോ മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. പിന്നെയോ വേദവ്യാസനാൽ എഴുതപ്പെട്ടതാണ് ഭഗവത്ഗീത. ചില്ലറക്കാരനല്ല വേദവ്യാസൻ, വിശാല ബുദ്ധിയാണ്, പുരാണമുനിയാണ്. അങ്ങനെയുള്ള വേദവ്യാസനാൽ എഴുതപ്പെട്ട ഭഗവത്ഗീതയുടെ വിഷയം എന്താണ്? എല്ലാ പ്രോബ്ലംസിനുമുള്ള ആ ഏക സൊല്യൂഷൻ, അദ്വൈതമാകുന്ന അമൃത്. അതാണ് ഭഗവത്ഗീത വർഷിക്കുക. ഭഗവത്ഗീത 18 അധ്യായങ്ങളോടുകൂടി 701 ശ്ലോകങ്ങളോടുകൂടിയുള്ള കൃതിയാണ് എന്നുള്ളതാണ്. ഈ ഭഗവത്ഗീതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രത്തോടുകൂടി അവസാനിപ്പിക്കും. ഓം 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 പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.